ഹലോ. അപ്പോൾ നമ്മുടെ ഉണ്ണികളെയൊക്കെ കാണുമ്പോൾ ചിലരെങ്കിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ, ദൈവത്തിൻ്റെ വികൃതികൾ അല്ലെങ്കിൽ കുസൃതികളാണ് ഇവരൊക്കെ എന്നുള്ളത്. പക്ഷേ അതിലെന്താ ഔചിത്യമാണുള്ളത്? ഇപ്പം എനിക്കാണെങ്കിൽ പോലും ഞാനൊരിക്കലും ഇങ്ങനത്തെ കുഞ്ഞു മക്കളെ വെച്ചിട്ടല്ല, പക്ഷെ ഒരു സ്റ്റോറി എഴുതുന്ന സമയത്ത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിതിനൊരു പേര് കൊടുക്കണം എന്ന് തോന്നി. പക്ഷേ ആ ഒരു സ്റ്റോറി വെച്ചിട്ട് നമുക്കതിന് കൊടുക്കാൻ പറ്റിയ ഒരു പേരായിട്ട് എനിക്ക് തോന്നിയത് വികൃതികൾ എന്നായിരുന്നു. അപ്പം ഞാനത് ജസ്റ്റ് അങ്ങനെ ഒന്ന് എഴുതി വെച്ചു വിട്ടെ. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ, നമ്മളങ്ങനെ എഴുതുമ്പോൾ അത് അത് ശരിയാണോ എന്നൊക്കെ ഞാനിങ്ങനെ കുറേ ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മൾക്ക് ദൈവത്തിൻ്റെ വികൃതികൾ എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മുടെ കുട്ടികളെ, അല്ലേ? ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ മറ്റു പലതും കണ്ടിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക, അല്ലേ? ചിലരൊക്കെ കമൻസിലൊക്കെ വന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്തിനാണ് ഈശ്വരൻ ഇങ്ങനെ ഇങ്ങനെ വയ്യാത്തൊരവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ആ ജന്മം കൊടുക്കാതിരുന്നൂടെ എന്നൊക്കെ ഞാനിങ്ങനെ കമൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു കുഴപ്പമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ പോലും നമ്മൾക്ക് ഈശ്വരൻ ഒരു ജന്മം നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ജന്മം ചെയ്ത് തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ പലരും എൻ്റെ ഒരു ഇതായിട്ട് പറയാറുണ്ട്, എന്നെ ഭയങ്കര ഒരു സഹതാപത്തോടു കൂടെ പറയാറുള്ള കാര്യമാണ് മോന് വയ്യ എന്നുള്ളത്. പക്ഷെ സത്യം പറഞ്ഞ് ഞാനിപ്പോൾ അറിയപ്പെടുന്നതും ഇപ്പോൾ ആരുടെ മുൻപിലും ഞാൻ സ്വാതി, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അനിൽ, അച്ഛൻ്റെ പേരിൽ സാജൻ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരുടെ അച്ഛൻ്റെ മോളൊന്നും ഹസ്ബൻഡിൻ്റെ വൈഫ് അങ്ങനെയല്ല ഞാനിപ്പോൾ അറിയപ്പെടുന്നത്. ഞാൻ അറിയപ്പെടുന്നത് കണ്ണൻ്റെ അമ്മ എന്നാണ്. അപ്പോൾ അവനിൽ ഈശ്വരൻ എന്തൊക്കെയോ കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവനെ ഭൂമിയിലേക്ക് പറിച്ച് നട്ടിരിക്കുന്നത്. അല്ലാതെ അവർ ഭൂമിയിലേക്ക് വന്ന് അവരുടെ ത്യാഗങ്ങളും സഹനങ്ങളും മാത്രമല്ല, അവർക്ക് അവരുടേതായ നിയോഗങ്ങളുണ്ട്. അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് അവരെയും ഈ ഭൂമിയിലേക്ക് പറിച്ച് നട്ടിട്ടുള്ളത്. എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് കേട്ടോ ഇഷ്ടം. കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കണ്ണൻ ഉണ്ടായതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒന്നുമല്ലാതിരുന്ന ഞാൻ ഇത്രയും ധൈര്യത്തോടു കൂടെ നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പുറകിൽ കണ്ണൻ എന്നൊരു മോൻ്റെ വലിയൊരു സപ്പോർട്ടുണ്ട്. അത് അവൻ ബാഹ്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അവൻ്റെ കുറേ എനർജി എന്നിലേക്കും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം എനിക്കും പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യവും എല്ലാം വന്നു ചേർന്നിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ.